ഹായ് ഓൾ, ഫസറ ഫാഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നിരവധി പേർ സംശയം ചോദിച്ചിരുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. സ്വിംഗ് ടീച്ചർ പരീക്ഷയിലും ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായാണ് ഇന്ന് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. PSC സ്വിംഗുമായി ബന്ധപ്പെട്ട നിരവധി എക്സാമുകൾ വിളിച്ചിട്ടുണ്ട്. അതിൽ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ ഇംഗ്ലീഷിലാണ് എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നോട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ടൈപ്സ് ഓഫ് ഹാൻഡ് സ്റ്റിച്ചസ് ആൻഡ് ദെയർ യൂസസ്. വിവിധ തരം കൈത്തയ്യലുകളും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ബേസിക് സ്റ്റിച്ചസ് ആർ ഡിവൈഡ് ഇൻറ്റു കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ എംബ്രോയ്ഡറി. എംബ്രോയ്ഡറിയിൽ സ്റ്റിച്ചുകളെ ബേസിക് സ്റ്റിച്ചസിൽ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ്. Constructive stitches are further divided into temporary and permanent stitches. കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചസിനെ തന്നെ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് സ്റ്റിച്ചസായി ഡിവൈഡ് ചെയ്തു. ഇതാണ് എല്ലാവരുടെയും സംശയങ്ങൾ. ഏതൊക്കെയാണ് ടെമ്പററി സ്റ്റിച്ച്, ഏതൊക്കെയാണ് പെർമനൻറ്റ് സ്റ്റിച്ച് എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ടെമ്പററി സ്റ്റിച്ചസ്. ബാസ്റ്റിംഗ് ഓർ ടാക്കിംഗ് ഇസ് എ ടെമ്പററി സ്റ്റിച്ച് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് 2 or more layers of materials together before the permanent stitches are made. അതായത് ബാസ്റ്റിംഗ് അല്ലെങ്കിൽ ടാക്കിംഗ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള തയ്യൽ തയ്ക്കുന്നതിന് മുമ്പ് തുണിയെ അതിൻ്റെ യഥാസ്ഥാനത്ത് നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ടെമ്പററി അല്ലെങ്കിൽ ടാക്കിംഗ് സ്റ്റിച്ചുകൾ. അപ്പോൾ എല്ലാ ടാക്കിംഗ് സ്റ്റിച്ചുകളും എല്ലാ ബാസ്റ്റിംഗ് സ്റ്റിച്ചുകളും നമുക്ക് ടെമ്പററി സ്റ്റിച്ചസ് എന്ന് പറയാം. യൂഷ്വലി ദിസ് സ്റ്റിച്ച് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് ഈസ് വർക്ക്ഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഈ സ്റ്റിച്ചുകൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ചെയ്യുന്നത്. ഫോർ ബാസ്റ്റിംഗ് യൂസ് എ കോൺട്രാസ്റ്റിംഗ് കളർ ത്രെഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി സീൻ ആൻഡ് റിമൂവ്ഡ്. കോൺട്രാസ്റ്റിംഗ് കളർ ത്രെഡ് ഉപയോഗിച്ചാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമുക്ക് യഥാർത്ഥ തയ്യലുകൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. The length of the stitch will vary depending on the weight of the fabric and how securely the pieces are to be held together. അതായത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വലിപ്പം നിയന്ത്രിക്കുന്നത് തുണിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് എങ്ങനെയുള്ള തുണികളാണ്, ഏത് തരം തുണികളാണ് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റിച്ചസിൻ്റെ വലിപ്പം ചെയ്തിരിക്കുന്നത്. There are several types of basting stitch. നിരവധി ബാസ്റ്റിംഗ് സ്റ്റിച്ചുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. Even basting. Even basting is used for short length of seams and folds. സീമുകളിലും ഫോൾഡിലും ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകളാണ് ഈവൺ ബാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈവൺ ബാസ്റ്റിങ്ങിൽ ഒരു നീഡിൽ തന്നെ 3 or 4 സ്റ്റിച്ചുകൾ ഒരുമിച്ച് കുത്തിയെടുത്താണ് ചെയ്യുന്നത്. തയ്ക്കുന്ന നീളവും ഇടയിൽ വിട്ടിരിക്കുന്ന അകലവും സെയിം ആയിരിക്കും. ഈവൺ ആയിട്ട് ചെയ്യുന്ന സ്റ്റിച്ചുകളാണ് ഈവൺ ബാസ്റ്റിംഗ്. നെക്സ്റ്റ്, uneven basting. Uneven basting is used for long length of seams and fold. സീംസിലും ഫോൾഡ്സിലും ചെയ്യുന്ന സ്റ്റിച്ച് തന്നെയാണ് uneven basting. ഇത് വിടുന്ന ദൂരവും അല്ലെങ്കിൽ തയ്ക്കുന്ന നീളവും ഇടയിൽ വിട്ടിരിക്കുന്ന അകലവും ഒരുപാട് വ്യത്യാസമുണ്ടാവും. അതായത് നീളം കൂടിയതും കുറഞ്ഞതുമായ സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് നൂലോടിക്കുന്നതിനെയാണ് uneven stitches എന്ന് പറയുന്നത്. Diagonal basting. Diagonal basting is used when several layers of fabric are to be held സെക്യൂർലി. സെവറൽ ലെയേഴ്സ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ താൽക്കാലികമായി പിടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഡയഗണൽ ബാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. പാഡിംഗ് സ്റ്റിച്ച്. പാഡിംഗ് സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ഇൻ കോട്ട്സ് ടു ഹെൽഡ് ദ ലൈനിങ് ആൻഡ് ഇന്നർ ലൈനിങ്. പാഡിംഗ് സ്റ്റിച്ച് സാധാരണ കോട്ടുകളിലാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കോളറുകൾ, ഫേസിങ് മുതലായ ഭാഗങ്ങളിൽ ക്യാൻവാസ് ചേർത്ത് തുന്നാൻ വേണ്ടിയാണ് പാഡിംഗ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് വി ആകൃതിയിലായിരിക്കും. ടൈലേഴ്സ് ടാക്കിംഗ്. ത്രെഡ് മാർക്സ് ആർ ബേസിക്കലി uneven basting stitches. They are used to transfer mark on lower layer of fabric. അതായത് ത്രെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നതിനാണ് ടൈലേഴ്സ് ടാക്കിംഗ് എന്ന് പറയുന്നത്.
ഇത് മാർക്കിംഗ് വീൽ ഉരുട്ടാൻ സാധിക്കാത്ത തുണികൾ തയ്യൽ തുമ്പുകൾ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ടൈലർ സ്റ്റാക്കിംഗ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, പെർമനൻറ്റ് സ്റ്റിച്ചസ്. In permanent stitches begin with a small back stitch if it can be concealed under the permanent stitches or leaves a short length of thread about 2 to 3 cm extending on the wrong side which can be caught and held under the first few permanent stitches. In permanent stitches begin with a small back stitch. പെർമനൻറ്റ് സ്റ്റിച്ചുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചാണ്. ഇത് 2 to 3 cm വരെ ഡിസ്റ്റൻസിൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ പെർമനൻറ്റ് സ്റ്റിച്ചുകൾ ചെയ്യുന്നത്. പെർമനൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്ക് വശത്തേക്ക് എടുത്ത ശേഷം ബാക്കിൽ ഒരു നോട്ട് ഇട്ടാണ് ഇത് കിട്ടുന്നത്. ടു എൻഡ് ദ സ്റ്റിച്ച് ടേക്ക് ദ ത്രെഡ് ദ റോങ് സൈഡ് ആൻഡ് സെക്യൂർ വിത്ത് ലൂപ്സ്. ഒരു ലൂപ്സ് ഉണ്ടാക്കി കെട്ടുന്നു. പെർമനൻറ്റ് സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. എംബ്രോയ്ഡറി സ്റ്റിച്ചുകളെല്ലാം പെർമനൻറ്റ് സ്റ്റിച്ചസ് ആണ്. റണ്ണിങ് സ്റ്റിച്ചസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഓഫ് ഓൾ the hand stitches used for sewing handmade seams, tucks, gathering, quilting and mending. റണ്ണിങ് സ്റ്റിച്ച് സിംപ്ലസ്റ്റ് സ്റ്റിച്ചാണ്. എംബ്രോയ്ഡറിയിൽ ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇത് ഉപയോഗിക്കുന്നത് കൈകൊണ്ട് ഹാൻഡ് സീംസിന് ഉപയോഗിക്കുന്നു. കൂടാതെ ടക്സ്, ഗ്യാതറിങ്, ക്വിൽട്ടിങ് ആൻഡ് മെൻഡിങ്. എന്താണ് ടക്സ്, ഗാദറിങ് എന്താണ്, ക്വിൽട്ടിങ് എന്താണ്, മെൻഡിങ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്ലാസ്സുകളൊക്കെ വേണമെന്നുള്ളവർക്ക് ഫസറ ഫാഷൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് ഈസ് സ്ട്രോങ് ആൻഡ് സംടൈംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മെഷീൻ സ്റ്റിച്ചിങ്. മെഷീൻ സ്റ്റിച്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ നമുക്കിതിൽ 2 പോയിൻറ്റ്സ് കിട്ടി. എംബ്രോയ്ഡറി സിംപ്ലസ്റ്റ് സ്റ്റിച്ചാണ് റണ്ണിങ്. അതേപോലെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ സ്റ്റിച്ചിന് പകരം ഉപയോഗിക്കുന്ന ഹാൻഡ് സ്റ്റിച്ചസ് ആണ് ബാക്ക് സ്റ്റിച്ച്. ഓവർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഓൺ റോ എഡ്ജസ് ഐദർ സിംഗിൾ ഓർ ഡബിൾ ടു പ്രിവെൻറ്റ് ദം ഫ്രം ഫ്രേയിങ്. ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രേയിങ് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 റോ എഡ്ജസ്റ്റുകൾ ജോയിൻ ചെയ്ത ശേഷം ഈ 2 ബാക്ക് സ്റ്റിച്ചുകൾ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ സീം സൈഡിൽ നൂലുകൾ ഇളകിപ്പോകുന്ന തടയാൻ വേണ്ടി ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നു. പിക്ക് സ്റ്റിച്ച്. പിക്ക് സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ഓൺ ഫൈൻ മെറ്റീരിയൽ. ഫൈൻ മെറ്റീരിയൽ അതായത് തിൻ മെറ്റീരിയൽക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകളാണ് പിക്ക് സ്റ്റിച്ച്. ഇതിനെ ഹാഫ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നു. ഓവർകാസ്റ്റിംഗ് നേരത്തെ പറഞ്ഞു. ഓവർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഓൺ റോ എഡ്ജസ് ഐദർ സിംഗിൾ ഓർ ഡബിൾ ടു പ്രിവെൻറ്റ് ദം ഫ്രം ഫ്രേയിങ്. ഓവർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് റോ എഡ്ജസ് കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് പ്രിവെൻറ്റ് ഫ്രം ഫ്രേയിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഹെമ്മിങ്. എ hem in sewing is a garment finishing method where the edge of a piece of cloth is folded and sewn to prevent fraying of the fabric and to adjust the length of the piece in garment such as at the end of these sleeves or the bottom of the garment. ഹെമ്മിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗാർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹെമ്മിങ്. ഫിനിഷിംഗ് മെത്തേഡാണ്. വേർ ദ എഡ്ജ് ഓഫ് പീസ് ഓഫ് ക്ലോത്ത് ഈസ് ഫോൾഡ് ആൻഡ് സ്യൂൺ ടു പ്രിവെൻറ്റ് ഫ്രേയിങ് ഓഫ് ദ ഫാബ്രിക്. അതായത് നമ്മുടെ എഡ്ജസുകളൊക്കെ ഫ്രേയിങ് ചെയ്യുന്നു, നൂലുകൾ ഇളകി പോകുന്നത് തടയാൻ വേണ്ടി നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഹെമ്മിങ് ചെയ്യുന്നു. such as at the end of the sleeve or bottom of the garment. അതായത് ലെങ്ത് ഓഫ് ദ പീസ് ഇൻ നമ്മുടെ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറക്കാനും നമുക്ക് ഹെമ്മിങ് അഴിച്ച് നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ ഫോൾഡ് ചെയ്ത് നമ്മൾ അതിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഹെമ്മിങ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നു. ബ്ലൗസിൻ്റെ സ്ലീവുകളിൽ ചുരിദാറിൻ്റെ ബോട്ടത്തിലേക്ക് നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പെർമനൻറ്റ് സ്റ്റിച്ചസിലും അതേപോലെ ടെമ്പററി സ്റ്റിച്ചസിലും പഠിക്കാനുള്ളത്. ഇത് കൂടാതെ പെർമനൻറ്റ് സ്റ്റിച്ചസ്, ടെമ്പററി സ്റ്റിച്ചസ് കൂടാതെ ഹാൻഡ് സ്റ്റിച്ചസിൽ തന്നെ എംബ്രോയ്ഡറി സ്റ്റിച്ചസ്, മാർക്കിംഗ് സ്റ്റിച്ചസ്, ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് എന്നിങ്ങനെ നിരവധി സ്റ്റിച്ചസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് ഫസറ ഫാഷൻ്റെ ഓൺലൈൻ PSC സീയിങ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ PDF നോട്ട്സുകളൊക്കെ ലഭ്യമാണ്. ഫസറ ഫാഷൻ എന്ന് പറഞ്ഞാൽ 10 വർഷമായി FDGT കോഴ്സ് നടത്തുന്ന സെൻറ്ററുകളാണ് ഫസറ ഫാഷൻ. അപ്പോൾ നിങ്ങൾക്ക് സീയിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ PSC കോഴ്സുകളും ഓൺലൈനായും ഓഫ്ലൈനായും ഫസറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നിലവിലുള്ള കോഴ്സുകളാണ് സീയിങ് ടീച്ചർ ഹൈസ്കൂൾ, UP സ്കൂൾ, ടൈലറിംഗ് ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, കേട്ടറ്റ് കാറ്റഗറി 4 സീയിങ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും ഫസറ ഫാഷൻ്റെ ആപ്പിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.